ഇന്നതേ ആദിക്കുട്ടൻ്റെ 4ാമത്തെ പിറന്നാളാണ് കേട്ടോ. നമ്മൾ സാധാരണ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് സെലിബ്രേറ്റ് ചെയ്യാറ്. എന്നാലും നാളെ വരുന്ന ദിവസം ഒരു സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാറുണ്ട് കേട്ടോ. ഇന്നെനിക്ക് വർക്കിംഗ് ഡേ ആയ കാരണം അങ്ങനെ വലിയ സദ്യ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇന്നലെ രാത്രി തന്നെ ഞാൻ സാമ്പാറും ക്യാബേജ് തോരനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കിച്ചു ഉച്ചയ്ക്ക് വരുമ്പോൾ കുറച്ച് അവിയൽ കഷ്ണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഷഡ്ഡപ്പൊട്ടിന്ന് ഒരു അവിയലും പിന്നെ ദേ പാലട പായസവും പപ്പടം കാച്ചലും എല്ലാം കൂടി നമ്മുടെ ഒരു കുട്ടി സദ്യത ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഞങ്ങളുടെ അവിടെ ഇങ്ങനെ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഒരു ഇലയിട്ട് അവിടെ വിളമ്പുന്നൊരു പതിവുണ്ട് കേട്ടോ. ഇവിടെ വിളമ്പിയതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള പിറന്നാളുകാരനോ പിറന്നാളുകാരിക്കോ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഫുഡ് വിളമ്പത്തുള്ളൂ. അങ്ങനെ എന്തായാലും നമ്മുടെ ആദ്യക്കുട്ടൻ നമ്മുടെ ഈ കുട്ടി സദ്യ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അവന് ഈ കറികളും അതൊന്നും ഇഷ്ടമല്ല, പപ്പടം കൂട്ടിയിട്ടാണ് പുള്ളിക്കാരൻ കഴിക്കുന്നത്. പിന്നെ ദേ ഞാനും എല്ലാം കൂട്ടിക്കുഴച്ച് നമ്മുടെ സദ്യ എൻജോയ് ചെയ്തു. പാലട കുടിക്കാണ്ട് എങ്ങനെയാലേ സദ്യ കംപ്ലീറ്റ് ആവുക. അപ്പോൾ എന്തായാലും സംഗതി മൊത്തത്തിൽ കളറായിരുന്നു. ഇനി ഒരു ശുഭനിദ്രയ്ക്കുള്ള സമയമാണ് കേട്ടോ.